സർക്കിൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മറ്റേ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിരുന്നു. എന്നാൽ അവിടെ പഠിക്കാത്ത 2-3 കാര്യങ്ങളും അതേപോലെ തന്നെ കുറച്ച് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ സർക്കിളിനെ പറ്റി പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഏരിയ റിലേറ്റഡ് ടു സർക്കിൾ അത് എഴുതിക്കോ. ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾ ഓക്കെ. ഓർക്കണം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്യാൻ പോവാണ്. നമ്മളൊരു സർക്കിൾ തന്നെ ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സർക്കിളിന് എന്താണ് ഉറപ്പായിട്ട് ഒരു റേഡിയസ് ഉണ്ടാവും. അതേപോലെ തന്നെ സർക്കിളിന്റെ സെന്ററിൽ കൂടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡയമീറ്റർ എന്ന് പറയും. ശരിയല്ലേ? ഓക്കെ. അതേപോലെ തന്നെ സർക്കിളിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. സർക്കിളിന് കോഡ് എന്ന് പറയുന്നൊരു സാധനം കൂടെ ഉണ്ട്. അതായത് സർക്കിളിന്റെ 2 പോയിന്റുകളെ ചേർത്ത് നിങ്ങളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സർക്കിളിലെ 2 പോയിന്റ്, സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ് ചേർത്തിട്ട് നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ കോഡ് എന്നാ പറയാം. അപ്പൊ സർക്കിളിനെ കോഡ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ 2 സെഗ്മെന്റുകളാണ് ഉണ്ടാകുന്നത്. അതായത് സർക്കിളിനെ കോഡ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ, നമ്മൾ ഈ കോഡ് വെച്ചിട്ട് നമ്മൾ സർക്കിളിനെ 2 ആക്കുക. കോഡ് വെച്ചിട്ട് നമ്മൾ സർക്കിളിനെ 2 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു സെഗ്മെന്റും ഇവിടെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു സെഗ്മെന്റും ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഓക്കെ, ഇത് മേജർ സെഗ്മെന്റ്, ഇത് സെഗ്മെന്റ്, ഇത് മൈനർ സെഗ്മെന്റ്. ഇത് കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചാണ്, അത് തന്നെ റീകോൾ ചെയ്യുകയാണ് ഒന്നുകൂടെ. സെഗ്മെന്റ്. ഇനിയും സർക്കിളിന്റെ വേറൊരു കാര്യം എന്താണെന്നറിയാമോ? സർക്കിളിന്റെ സെക്ടർ, സർക്കിളിനെ നിങ്ങൾ കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് സർക്കിളിനെ നിങ്ങൾക്ക് എന്താക്കാം, വേറൊരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത് അല്ലേ? അതായത് ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ കേക്ക് കട്ടിക്കുന്നതിന്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സർക്കിളിനെ കട്ട് ചെയ്യുന്നത്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ 2 പീസുകളാണ് നമുക്ക് ഇവിടെ സർക്കിളിന് ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പീസ് ആയിരിക്കും ഉണ്ടാവുക, ഇങ്ങനെ ഒരു പീസ് ഉണ്ടാവും, ഇങ്ങനെ ഒരു പീസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇങ്ങനെ ഒരു പീസ് ഉണ്ടാവും. ഇങ്ങനെയും ഒരു പീസ് ഉണ്ടാവും അല്ലേ? അതായത് ഈ സർക്കിളിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ കിട്ടുന്നത്. ഇതിനെ പറയുന്ന പേര് മൈനർ സെക്ടർ എന്നാണ് പറയുന്നത്. ഇത് മൈനർ സെക്ടർ ആണ്, ഇത് മേജർ സെക്ടർ ആണ്. ഓക്കെ. ഈ മൈനർ സെക്ടറിനെയും മേജർ സെക്ടറിനെയും ഒക്കെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചാപ്റ്റർ ആണ്. അതായത് ഈ മൈനർ സെക്ടറിനകത്ത് എത്ര ഏരിയ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ മേജർ സെക്ടറിനകത്ത് എത്ര ഏരിയ ഉൾക്കൊള്ളുന്നു, അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ആലോചിക്കണം. ഈ മൈനർ സെക്ടറിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ലെങ്തിനെ നമ്മൾ ആർക്ക് ലെങ്ത് ഓഫ് മൈനർ സെക്ടർ എന്നാണ് പറയുന്നത്. ഈ മൈനർ സെക്ടറിന്റെ ഈ സെന്ററിൽ ഈ ആംഗിളിനെ നമ്മൾ മൈനർ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ മേജർ സെക്ടറിനും ഉണ്ട്. മേജർ സെക്ടറിന്റെ ഇവിടെ മുതൽ ഇവിടെ, ഇതും ഒരു ആർക്ക് അല്ലേ, ഇതും ഒരു ആർക്ക് തന്നെയാണ്. അപ്പൊ മേജർ സെക്ടറിന്റെ ഈ ഒരു ഭാഗത്തെ നമ്മൾ മേജർ ആർക്ക് എന്നാണ് പറയുന്നത്. ആ മേജർ ആർക്ക് അല്ലെങ്കിൽ മേജർ സെക്ടറിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെ നമ്മൾ എന്താണ്, അതിനെ നമ്മൾ തീറ്റ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഒന്ന്, ഇതൊക്കെ നിങ്ങൾ വരച്ചിടേണ്ടതാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വരച്ചിടേണ്ടതാണ്, റഫായിട്ട് വരച്ചിട്ടാൽ മതി. ഇതൊക്കെ നിങ്ങൾ വരച്ചിടേണ്ട പടങ്ങളാണ് കേട്ടോ. അപ്പം ഇവിടെ നിങ്ങൾ ഒരു കാര്യം എഴുതേണ്ടത്, നമുക്കറിയാം പെരിമീറ്റർ ഓഫ് സർക്കിൾ, പെരിമീറ്റർ ഓഫ് സർക്കിൾ, ഒരു സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും 2πr ആണ് നമുക്കറിയാം. അതെന്താ പെരിമീറ്റർ? പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിൽ ഇവിടെ തുടങ്ങിയിട്ട് അതിങ്ങനെ നടന്ന് തിരിച്ച് ഇവിടം വരെ നടക്കുമ്പോൾ നിങ്ങൾ എത്ര ദൂരം നടന്നു, അതാണ് ചുറ്റളവ്. സർക്കിളിന്റെ ചുറ്റളവ് എപ്പോഴും 2πr ആയിരിക്കും. എന്നാൽ സർക്കിളിന്റെ ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ആർക്കിന്റെ ലെങ്ത് ചിലപ്പോൾ മൈനർ ആർക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ കാണത്തുള്ളൂ. ശരിയല്ലേ? മേജർ ആർക്ക് ആണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ കാണും. അപ്പൊ ഈ മേജർ ആർക്കിന്റെയും മൈനർ ആർക്കിന്റെയും ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതെപ്പോഴും ആലോചിച്ചോണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അവരുടെ സെൻട്രൽ ആംഗിൾ ആവശ്യമുണ്ട്. മേജർ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ അല്ല, മേജർ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് മേജർ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ പച്ച പോർഷന്റെ മേജർ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ? മേജർ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ പച്ച ഭാഗം, അതായത് ഇവിടം തൊട്ട്
ഇവിടം വരെയാണ് മേജർ ആർക്കിന്റെ ലെങ്ത് വരുന്നത് അല്ലേ? അത് പെരിമീറ്ററിന്റെ ഒരു ഭാഗമല്ലേ? സർക്കിളിന്റെ മൊത്തത്തിലുള്ള പെരിമീറ്ററിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ എത്രയോ ഭാഗമാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആ പച്ച ഭാഗം സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ എഴുതാം, പെരിമീറ്റർ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് മേജർ ആർക്ക്, അങ്ങനെ എഴുതുന്നത് ലെങ്ത് ഓഫ് മേജർ ആർക്ക്, ലെങ്ത് ഓഫ് മേജർ ആർക്ക് ഈക്വൽ എന്താണെന്നറിയോ? തീറ്റ. ഇത് തീറ്റ ആണെങ്കിൽ തീറ്റ ബൈ 360. മൊത്തം നോക്കിയേ, മൊത്തം എത്ര? മൊത്തം വട്ടം 360 അല്ലേ? അതിന്റെ എത്രയോ ഭാഗം മാത്രമല്ലേ ഉള്ളൂ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം തീറ്റയുടെ 360-ൽ തീറ്റ എന്ന് പറയുന്ന ഭാഗം മാത്രം നമ്മൾ എടുത്തിരിക്കുന്നത് ഇൻറ്റു അത് എത്ര ഭാഗം? മൊത്തം സർക്കിളിന്റെ പെരിമീറ്ററിന്റെ അത്രയും ഭാഗം. മൊത്തം സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രയും, അതിന്റെ ഈ പച്ച ഭാഗത്തിന്റെ ഇത് മതി നമുക്ക് ഇല്ലേ? അപ്പം അത് എത്ര, ആംഗിളിൽ എത്ര ഭാഗമായിരിക്കും? ആംഗിൾ 360-ൽ ഈ തീറ്റ ഭാഗം മാത്രമേ ഉള്ളൂ ഇൻറ്റു പെരിമീറ്ററിന് ഇത്രയും ഭാഗം. കേട്ടോ, ഇങ്ങനെയായിരിക്കും നമ്മൾ അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. ഇനിയും ലെങ്ത് ഓഫ് മൈനർ ആർക്ക് കണ്ടുപിടിക്കാനോ? മൈനർ ആർക്ക് എച്ച് ഇല്ല കേട്ടോ, ARC മൈനർ ആർക്ക് കണ്ടുപിടിക്കാനോ? അപ്പൊ മൈനർ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്താ നോക്കുക. കണ്ടോ, മൈനർ ആർക്ക് എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളൂ ലെങ്ത്. അപ്പൊ അതിന്റെ സെൻട്രൽ ആംഗിൾ തീറ്റ, അതും എന്ത് തന്നെയായിരിക്കും? തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു അതും ഈ മൊത്തം പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾ ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തിരിച്ചിവിടം വരെ നടക്കുന്ന ദൂരം, അതാണല്ലോ സർക്കിളിന്റെ പെരിമീറ്റർ അല്ലേ? അപ്പം അത് പെരിമീറ്ററിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീറ്റ ബൈ 360 ഇൻറ്റു അതും എന്ത് തന്നെയായിരിക്കും? 2πr ആയിരിക്കും. മനസ്സിലായോ? അതാണ് ലെങ്ത് ഓഫ് ആർക്കും ലെങ്ത് ഓഫ് മേജർ ആർക്കും മൈനർ ആർക്കും രണ്ടും തീറ്റ ബൈ 360 ആണ്. ഏതിന്റെയാണോ കണ്ടുപിടിക്കുന്നത് അതിന്റെ സെൻട്രൽ ആംഗിൾ നോക്കുക, ഡിവൈഡ് ബൈ 360 ഇൻറ്റു 2πr ചെയ്യുക. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് ആർക്ക് കിട്ടും, മേജർ ആണെങ്കിലും മൈനർ ആണെങ്കിലും. ഓക്കെ, ഇവിടെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ കാര്യങ്ങളെല്ലാം നമ്മളൊരു സർക്കിളാണ്, സർക്കിളിന്റെ ഏരിയ കൺസെപ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് സർക്കിളിന് റേഡിയസ് ഉണ്ടെന്നും ആ റേഡിയസിന്റെ ഇരട്ടി ഡയമീറ്റർ ആണെന്നും സർക്കിളിന് ഒരു കോഡ് ഉണ്ടെന്നും ആ കോഡ് വെച്ചിട്ട് സർക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു മേജർ സെഗ്മെന്റ് ആണെന്നും ഇത് ഒരു മൈനർ സെഗ്മെന്റ് ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് സർക്കിൾ പോലെ വട്ടത്തിലാണ് കേക്ക് ഇരിക്കുന്നത്. അതിനെ നമ്മൾ ഇങ്ങനെയാ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പീസ് ഉണ്ടാവും. ഇതിനെ നമ്മൾ മൈനർ സെക്ടർ എന്നാ പറയുന്നത്. ചെറിയ ഒരു സെക്ടർ ആണിത്. കണ്ടോ, ഇതിനെ നമ്മൾ ഒരു മൈനർ സെക്ടർ എന്നാ പറഞ്ഞത്. നേരെ മറിച്ച് നമ്മൾ ഇതിനെ നമ്മൾ മേജർ സെക്ടർ എന്നാ പറയുന്നത്. കണ്ടോ, ബാക്കി വരുന്ന ഭാഗത്താണ് മേജർ സെക്ടർ എന്ന് പറയും. ഈ മേജർ സെക്ടറിനെയും മൈനർ സെക്ടറിനെയും ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിനകത്തെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ്. ഇതിനകത്തെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും. ഇനി അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് കണ്ടുപിടിക്കുന്ന സാധനമാണ് ആർക്ക്. അതായത് മേജർ സെക്ടറിന്റെ ലെങ്തിനെയാണ് മേജർ ആർക്ക് എന്ന് പറയുന്നത്. മൈനർ സെക്ടറിന്റെ ആർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈനർ ആർക്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പം മൈനർ ആർക്കിന്റെ എന്താണ് ലെങ്ത് എത്രയായിരിക്കും നോക്കിയേ. സോറി, മൈനർ സെക്ടറിന്റെ ആർക്ക് ലെങ്ത് എന്തായിരിക്കും? മൈനർ സെക്ടർ എന്ന് പറയുമ്പോൾ ഇത് ഇല്ലേ? മൈനർ സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് മൈനർ സെക്ടർ. ഇതിന്റെ ആർച്ചിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എവിടം തൊട്ട് എവിടം വരെയാ? ഇവിടം തൊട്ട് ഇവിടം വരെയാ അല്ലേ? നമുക്കറിയാം സർക്കിളിന്റെ മൊത്തം പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം അതിന്റെ ആ പെരിമീറ്ററിന്റെ ഇത്രയും ഭാഗമാണ് നമ്മുടെ മൈനർ സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് തീറ്റ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഇത്രയും ആംഗിൾ ഇവിടെ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് അല്ലേ, ഈ ആർക്ക് സെന്ററുമായിട്ട് ഇത്രയും ആംഗിളെ മേക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ മൊത്തം 360 എന്ന് പറയുന്ന ആംഗിളിന്റെ ഈ തീറ്റ ഭാഗം മാത്രമേ ഈ ആർക്ക് ഇവിടെ മേക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പെരിമീറ്ററിന്റെ മൊത്തം ലെങ്തിനെ ഇൻറ്റു തീറ്റ ബൈ 360 ചെയ്താൽ മതി. അതുപോലെ മേജർ ആർക്ക് കണ്ടുപിടിക്കണമെങ്കിലും അവിടുത്തെ ആംഗിൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക, അതും തീറ്റ ബൈ 360 ഇൻറ്റു എന്താ? 2πr ഇല്ലേ? ഇനി ഒരു സാധനം കൂടെ കണ്ടുപിടിക്കാനുണ്ട്, ഏരിയ. നമുക്ക് ഏരിയ ഓഫ് മേജർ സെക്ടറും ഏരിയ ഓഫ് മൈനർ സെക്ടറും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ആദ്യം അതിന് ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ πr² ആണെന്ന് നമുക്കറിയാം. അതായത് ഉദാഹരണം, നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതാണ് സർക്കിൾ. ഈ സർക്കിളിനകത്തുള്ള മൊത്തം ഏരിയ കണ്ടോ, ഈ സർക്കിളിനകത്തെ മൊത്തം
സ്പേസ് ആണ് നമ്മുടെ സർക്കിളിന്റെ ഏരിയ. എന്നാൽ ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കാൻ, സെക്ടർ എന്ന് പറയുമ്പോൾ എന്താ, സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതേണ്ട ഇത് സെന്റർ ആണ്, ഇതാണ് നമ്മുടെ ഒരു മൈനർ സെക്ടർ എന്ന് പറയുന്നത്. ഈ മൈനർ സെക്ടറിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ആ മൊത്തം ഏരിയയുടെ ഇത്രയുമേ ഉള്ളൂ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം അതിന്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം, ശരിയല്ലേ? അതിന്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. ആ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ച് മൊത്തം ഏരിയയുടെ ഈ θ/360 ആണ് കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഏരിയ ഓഫ് മൈനർ സെക്ടർ, ഏരിയ ഓഫ് മൈനർ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, θ/360 ഇൻറ്റു πr സ്ക്വയർ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഏരിയ ഓഫ് മേജർ സെക്ടർ കണ്ടുപിടിക്കാനും എന്ത് തന്നെയാണ്, ഏരിയ ഓഫ് മേജർ സെക്ടർ എന്ന് പറയുന്നത് ഈ പച്ച ഭാഗം അല്ലേ, ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഏരിയ ഓഫ് മേജർ സെക്ടർ കണ്ടുപിടിക്കാനും എന്ത് ചെയ്താൽ മതി, ഏരിയ ഓഫ് മേജർ സെക്ടർ കണ്ടുപിടിക്കാനും θ/360 ഇൻറ്റു എന്താ πr സ്ക്വയർ ചെയ്താൽ. കാരണം മൊത്തം ഏരിയയുടെ ഈ ഭാഗത്ത് വരുന്ന തീറ്റ മേക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്ത്, അല്ല ഏരിയ ആണ് എന്ത്, ഈ പച്ച ഭാഗം, അത് മേജർ സെക്ടറിന്റെ ഏരിയ ആണ്. അത്രേ ഉള്ളൂ കാര്യം. ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ വേറൊരു കാര്യം ആലോചിച്ചോണം. ഞാനിപ്പം ഒരു ഉദാഹരണം പറയാം, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇതൊരു സർക്കിള്, ഇത് ഒരു സെഗ്മെന്റ് കോഡ് തന്നിരിക്കുക. ഈ കോഡിന്റെ ഇതേണ്ട ഇവിടെ കണ്ട ഈ കോഡ് നമ്മളിപ്പം ഞാൻ കളർ ചെയ്യാം. ഇത് മേജർ സെഗ്മെന്റ് ആണ്, ഇത് മൈനർ സെഗ്മെന്റ് ആണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമുക്ക് മേജർ സെഗ്മെന്റിന്റെയും മൈനർ സെഗ്മെന്റിന്റെയും ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇല്ല. പക്ഷേ നമ്മളോട് മേജറിന്റെ മൈനറിന്റെ ഒക്കെ ഏരിയ കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമ്മൾ സെക്ടറിന്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് നോക്കിയേ, ഞാൻ ഇവിടെ ഈ കോഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇപ്പൊ ഒരു സെക്ടർ ആക്കാമല്ലോ. ഇതിപ്പോ നോക്കിയേ, ഇതിപ്പോ ഒരു സെക്ടർ അല്ലേ, ഇത്രയും ഭാഗം ഒരു സെക്ടർ ആയില്ലേ, ഇത്രയും ഭാഗം ഒരു സെക്ടർ ആയില്ലേ. ഓക്കെ, അപ്പം എനിക്ക് വേണം എന്ത് ചെയ്താൽ മതി, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. നോക്കിയേ, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പം എനിക്ക് ഈ പച്ച ഭാഗത്തിന്റെ മാത്രം ഏരിയ കണ്ടുപിടിക്കണ എന്ത് ചെയ്താൽ മതി, ഇത് തീറ്റ ആണെങ്കിൽ ഞാനിപ്പോ വരയ്ക്കുന്ന ഈ ഭാഗം, അതായത് ഈ ഏരിയ ഓഫ് ഈ സെക്ടർ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ മൈനസ് ചെയ്താൽ പോരെ. അതായത് ഇങ്ങനെ നോക്കിയോ, ഏരിയ ഓഫ് ഈ സെക്ടർ മൊത്തം കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ നിന്ന് എനിക്ക് ഏരിയ ഓഫ് എന്ത് മൈനസ് ചെയ്യാം, ഏരിയ ഓഫ് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി എന്ത് കിട്ടും, കണ്ടോ, ഈ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടത്തില്ലേ. അപ്പൊ നമുക്ക് സെഗ്മെന്റിന്റെ മേജർ സെഗ്മെന്റിന്റെയും മൈനർ സെഗ്മെന്റിന്റെയും ഇതാണ്. ഇനി മേജർ സെഗ്മെന്റിന്റെ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിലോ എന്ത് ചെയ്താൽ മതി, ഈ മേജർ സെഗ്മെന്റിന്റെ ഏരിയയുടെ കൂടെ, അതായത് ഇതിന്റെ കൂടെ, അതായത് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക θ/360, അതിന്റെ കൂടെ ആ ഏരിയയുടെ കൂടെ എന്ത് ചെയ്താൽ മതി, ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും, മേജർ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടും. മനസ്സിലായോ? അത് ഓർത്തോണം, ഓരോ കാര്യങ്ങളും ഓർത്തോണം. നമുക്ക് ഞാൻ ഒന്നുകൂടെ ഇത് പറഞ്ഞു തരാം, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ഇതൊരു സർക്കിളാണ്, ഈ സർക്കിളിന്റെ സെഗ്മെന്റ് ആണിത്. ഇത് താഴെയുള്ളത് മേജർ സെഗ്മെന്റും താഴെയുള്ള മൈനർ സെഗ്മെന്റും മുകളിലുള്ള മേജർ സെഗ്മെന്റും. ഇതിന്റെ രണ്ടിന്റെയും ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈ ഭാഗവും കണ്ടുപിടിക്കാൻ. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഇക്വേഷൻ ഒന്നും ഇല്ല. പക്ഷെ സെക്ടറിന്റെ ഒക്കെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ അത് ചെയ്യണം. ഇത് സെന്റർ ആണെങ്കിൽ ഇത് ഇപ്പൊ ഇത്രയും ഭാഗം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഒരു സെക്ടറായി മാറിയില്ലേ. ഓക്കെ, ഇനി ഈ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഗ്രേ പോർഷന്റെ മൈനർ സെഗ്മെന്റിന്റെ ഏരിയ ആണെങ്കിൽ ഞാൻ ഈ മൊത്തം സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി, ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എനിക്ക് മേജർ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടത്തില്ല എന്നാ ചോദിച്ചത്. ഈ ഗ്രേ പോർഷന്റെ ഏരിയ കിട്ടത്തില്ലേ. മൊത്തം ഈ സെക്ടറിന്റെ ഇക്വേഷൻ വെച്ചിട്ട് മൊത്തം ഏരിയ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക, അതിൽ നിന്ന് നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഈ ഭാഗത്തെ ഈ ട്രയാങ്കിൾ അങ്ങ് മൈനസ് ചെയ്യുക, ട്രയാങ്കിൾ മൈനസ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും, എനിക്ക് ഈ പോർഷൻ കിട്ടും. ഇനി മേജർ സെഗ്മെന്റിന്റെ ഈ പച്ച പോർഷന്റെ പച്ച പോർഷൻ ഇൻക്ലൂഡിങ് ഇതാണ്, അതായത് ഇതാണ് മേജർ സെഗ്മെന്റ്. ഇതാണ് ഇപ്പൊ മേജർ സെഗ്മെന്റ്. ഈ മേജർ സെഗ്മെന്റിന്റെ മൊത്തം ഏരിയ കണ്ടുപിടിക്കണമെങ്കിലോ നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം ഈ മേജർ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കണം, θ/360 ഇൻറ്റു πr സ്ക്വയർ വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, ഈ ട്രയാങ്കിളിന്റെ ഏരിയ, ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സെഗ്മെന്റിന്റെ ഏരിയ ആയില്ലേ. ഇങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. മൈനസും പ്ലസും ഒക്കെ ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ലോജിക്ക് കാണാ പഠിച്ചാൽ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിലൂടെ ചെയ്യാം. ഇത് എല്ലാവരോടും ചോദിക്കാം, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഏബൽ ഓക്കെ ആണോ മോനെ? ഏബൽ ഓൾറെഡി ഓക്കെ ആയിരുന്നു, എന്നാലും ഒന്നുകൂടെ ചോദിക്കാം. ഏബൽ
ഓക്കെ സർ. ഓക്കെ, അൽവിന ഓക്കെ ആണോ? കേട്ടില്ല അൽവിന? ഓക്കെ, അർച്ചിത മനസ്സിലാവുന്നുണ്ടോ? അർച്ചിത ഓക്കെ. ഡീൻ ഓക്കെ ആണോ? ഡീന, ഇനോക്ക്, ഹർഷിത. ഓക്കെ സർ. ഐറിൻ ആണല്ലോ ക്ലാസ്സിൽ വരാൻ. ഐറിൻ ഓക്കെ ആണോ? ഓക്കെ. കാർത്തിക് ഓക്കെ ആണ്. പ്രസീദ്, നീ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, ഇത് ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ ആണ്. റിച്ചിയും ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, ഇത് ഓക്കെ ആണോ റിച്ചി? കേൾക്കുന്നില്ല, എന്തായാലും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഹാൻഡ് റൈസ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ. റിജോ, നിനക്ക് മനസ്സിലായോ ഇത്? റിജോ ഓക്കെ. റിജോ ഓക്കെ ആണോടാ? റിജോയെ ഓക്കെ. സിദ്ധാർത്ഥ് ക്ലാസ് കയറിയില്ലായിരുന്നല്ലോ ഫസ്റ്റ് ക്ലാസ്, ഓക്കെ ആണോ ഇത്? ഓക്കെ. ശ്രേയ എങ്ങനെയുണ്ട്? ശ്രേയക്ക് മനസ്സിലായോ? കേൾക്കുന്നില്ല, ഹാൻഡ് റൈസ് ചെയ്താൽ മനസ്സിലായെങ്കിൽ. രണ്ട് ശ്രേയമാരും ഓക്കെ, ശരി. അപ്പൊ നമുക്ക് 12.1ന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് പോവാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്ഥലം ഇട്ടിട്ട് ആൻസർ പെട്ടെന്ന് എഴുതിയെടുക്കുക. ഞാനിവിടെ ക്വസ്റ്റ്യൻ എന്നിട്ട് പിന്നീട് എഴുതണം. മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻ എഴുതാതിരിക്കില്ല, ക്വസ്റ്റ്യൻ എഴുതണം. ഞാൻ പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ എഴുതിയെടുക്കാനുള്ളതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. ഓക്കെ. Find the area of sector of a circle with a radius 6 centimeter if the angle of the sector is 60 degree. Find the area of sector of a circle with a radius 6 centimeter if the angle of sector is 60 degree. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് സെക്ടർ ആണ്. അതിന്റെ റേഡിയസ് 6 ആണ്. അതിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60. അപ്പൊ ജസ്റ്റ് റഫായിട്ട് ഒരു പടം വരച്ച് കാണിക്കാം, നോക്കിക്കോളൂ. പടം വരയ്ക്കേണ്ടത് മസ്റ്റ് ആണ്. റഫായിട്ട് നിങ്ങൾ പടം വരച്ചാലേ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ആൻസർ കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ സെക്ടർ എന്ന് വിചാരിച്ചു. ഈ സെക്ടറിന്റെ നടുക്കുള്ള ആംഗിൾ ആണ് അവർ 60 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് മൈനർ സെക്ടർ ആണ്, കാരണം 60 ഒക്കെ ആംഗിൾ വരുവാണെങ്കിൽ മൈനർ സെക്ടർ ആയിരിക്കുമല്ലോ. ബാക്കി ഇവിടെ വരുന്ന ആംഗിൾ എന്തായാലും വലിയൊരു ആംഗിൾ ആയിരിക്കും. 360 മൈനസ് 60, അപ്പൊ 300 ആയിരിക്കും. അപ്പൊ ഇത് മൈനർ സെക്ടറിന്റെ ആയിരിക്കും. അപ്പം അത് റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നുമില്ല, ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. തീറ്റ ബൈ 360 ഇൻറ്റു എത്രയാ, പൈ ആർ സ്ക്വയർ ആണ്. അപ്പം തീറ്റ ഇവിടെ 60 ആണ്. 60 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 22/7 ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 6. ഇതും കട്ട് ചെയ്താൽ ഇത് 6 എന്ന് കിട്ടും. അപ്പം 1/6 ഇൻറ്റു 22/7 ഇൻറ്റു 6 ഇൻറ്റു 6. ഈ 6ഉം കട്ടായി പോയി. അങ്ങനെയാണെങ്കിൽ ബാക്കി 22 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 7 എന്ന് വരുന്നു. അങ്ങനെയാണ് നമുക്ക് 22 ഇൻറ്റു 6 എന്ന് പറയുമ്പോഴത്തേക്കും 12 ഡിവൈഡ് ബൈ 7 ഇതായിരിക്കും അതിന്റെ ആൻസർ. അത്രയും സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലാകാത്തവർ പറഞ്ഞോണം.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ക്വാഡ്രന്റ് of a circle whose circumference is 22 centimeter. ക്വാഡ്രന്റ്. അപ്പം ക്വാഡ്രന്റ് സെക്ടറിന്റെ ഒരു ടൈപ്പ് ആണ്. പക്ഷെ അതിന്റെ ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു സർക്കിളിനെ നിങ്ങൾ നാലായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ആ ഓരോ പോർഷനും നിങ്ങൾ ക്വാഡ്രന്റ്. ഇത് ഒരു ക്വാഡ്രന്റ് ആണ്, ഇതൊരു ക്വാഡ്രന്റ് ആണ്, അതേപോലെ തന്നെ ഇതൊരു ക്വാഡ്രന്റ് ആണ്, അതേപോലെ തന്നെ ഇതൊരു ക്വാഡ്രന്റ് ആണ്, അതേപോലെ തന്നെ ഇതും ഒരു ക്വാഡ്രന്റ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വാഡ്രന്റ് ഒരു സെക്ടർ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ക്വാഡ്രന്റ് സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. കണ്ടോ, ഇതെല്ലാം 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ 90 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു ക്വാഡ്രന്റ് ഏരിയ ഓഫ് ക്വാഡ്രന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സർക്കംഫറൻസ് ആണ് തന്നിട്ടുള്ളത്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കംഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഏരിയ ഓഫ് സർക്കിൾ ഹൂസ് സർക്കംഫറൻസ് ഈസ് എത്രയാ? 22 സെന്റിമീറ്റർ. അപ്പം സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ പെരിമീറ്റർ, അതായത് വേണ്ട ഇവിടം തൊട്ട് ഇങ്ങനെ വന്ന് ഇവിടം വരെ വരുന്ന ദൂരത്തിനെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് സർക്കംഫറൻസ്. അറിയത്തില്ലെങ്കിൽ എഴുതിയിട്ടോണം. സർക്കംഫറൻസ് എന്ന് പറയുന്നത് പെരിമീറ്റർ തന്നെയാണ്. പെരിമീറ്റർ നമുക്കറിയാം. പെരിമീറ്റർ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr ആണ്. പെരിമീറ്റർ 22 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ 22 = 2 × 22/7 × r എന്ന് എഴുതാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ 7നെ ഇങ്ങോട്ടും 2നെ താഴോട്ടും 22നെ താഴോട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 22 × 7 / 2 × 22 = r എന്ന് വരും. ഈ 22ഉം ഈ 22ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ r എന്ന് പറയുമ്പോൾ എത്ര വരും? 7/2 വരും. കണ്ടോ, ഇതാണ് റേഡിയസ്. നമുക്ക് ഏരിയ ഓഫ് ക്വാഡ്രന്റ് കണ്ടുപിടിക്കണമെങ്കിലും θ/360 അത് തന്നെ അല്ലേ? കാരണം അതൊരു സെക്ടർ ആണ് അല്ലേ? ഏരിയ ഓഫ് ക്വാഡ്രന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 1/4 × πr² എന്ന് എഴുതാം കേട്ടോ. അത് എങ്ങനെ ചെയ്താലും ഇങ്ങനെയാണ് വരുന്നത്. നോക്കിയോ, ഏരിയ ഓഫ് ക്വാഡ്രന്റ് θ/360 × πr². നമുക്കറിയാം ക്വാഡ്രന്റ് സെൻട്രൽ ആംഗിൾ തരത്തില്ല, എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ്. അപ്പൊ ഇത് 90/360 × πr² എന്ന് എഴുതാം. അവിടുന്ന് ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞാൽ 9ഉം 36ഉം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് 1/4 വരും. ചില സ്കൂളിൽ πr²/4 എന്നായിരിക്കും ഏരിയ ഓഫ് ക്വാഡ്രന്റ് പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാ? ഇങ്ങനെ വന്നിട്ടാണ് 1/4 × πr² എന്ന് വരുമ്പോഴാണ് നമുക്ക് അതിനെ എന്തെന്ന് എഴുതാൻ പറ്റുന്നത്? πr²/4 എന്ന് എഴുതാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ലോജിക്കലി പഠിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ സ്കൂളിൽ പഠിപ്പിക്കുക അങ്ങനെ പഠിപ്പിക്കുക കേട്ടോ. ഇവിടെ ഒരു 10 സ്കൂളിലെ പിള്ളേർ ഇപ്പൊ ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. 10 സ്കൂളിൽ ഇരിക്കുന്ന പഠിക്കുന്ന പിള്ളേർ. അപ്പം നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണോ പഠിപ്പിച്ചത് അത് പഠിക്കുക. അതിനകത്ത് ഒരു പ്രശ്നമില്ല. 1/4 × ഇതിനെ അപ്പൊ നമുക്ക് 22/7 എന്ന് എഴുതാം. നോക്കിയോ, റേഡിയസിനെ r². അപ്പം 7/2 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ r² എന്ന് പറയുമ്പോൾ നിങ്ങൾ 7/2 × 7/2 എന്ന് എഴുതിയാൽ മതി. എന്തിനാണെന്നറിയോ? വെട്ടാൻ എളുപ്പത്തിന് വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 49/4 എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പോകണം. അതിലും ഭേദം നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വെട്ടാൻ പെട്ടെന്ന് പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നോക്കിയോ, ഈ 7ഉം പെട്ടെന്ന് കട്ട് ചെയ്ത് പോകും. അതേപോലെ തന്നെ ഈ 22ഉം ഈ 2ഉം കൂടെ 11 കട്ട് ചെയ്ത് പോകും. അപ്പൊ ബാക്കി ഇവിടെ വരുന്നത് 11 മോളിൽ 11 × 7ഉം താഴെ 4 × 2ഉം ആണ്. 11 × 7 എന്ന് പറയുമ്പോൾ 77ഉം 4 × 2 എന്ന് പറയുമ്പോൾ 8ഉം ആയിരിക്കും. അപ്പൊ 77/8 cm² ആയിരിക്കും ആ ക്വാഡ്രന്റിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ പോവാണ്. The length of the minute hand of a clock is 14 centimeter. Find the area swept by the minute hand in 5 minutes. അപ്പം ക്ലോക്കിനെ പറ്റി നല്ലൊരു അറിവ് ഉണ്ടായിരിക്കണം. അതായത് ക്ലോക്കിനകത്ത് നമുക്കറിയാം, ഇത് ക്ലോക്ക് ആണെങ്കിൽ ഇത് നോക്കിയോ, ക്ലോക്കിനകത്ത് ഈ ഭാഗത്ത് 12 ആയിരുന്നു. ഓക്കെ, ഇത് ഇവിടെ 1 വരും, ഇവിടെ 2 വരും, ഇവിടെ 3 വരും, ഇവിടെ 4 വരും, ഇവിടെ 5 വരും, ഇവിടെ 6 വരും, ഇവിടെ 7 വരും, ഇവിടെ 8 വരും, ഇവിടെ 9 വരും, ഇവിടെ 10 വരും, ഇവിടെ 11 വരും അല്ലേ. ഇവിടെ 10 കുറച്ചുകൂടി ഇങ്ങോട്ട് വരയ്ക്കാം. 8 9 10 11 ഇങ്ങനെ വരുന്നത്. മിനിറ്റ് സൂചി എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് മണിക്കൂറിന്റെ സൂചി ചെറുതും മിനിറ്റിന്റെ സൂചി വലുതുമാണ്. ഓക്കെ, ഇപ്പം മിനിറ്റിന്റെ സൂചി 5 മിനിറ്റ് നീങ്ങണമെങ്കിൽ അതിനർത്ഥം എന്താ? ഇപ്പൊ മിനിറ്റിന്റെ സൂചി 1-ലായിരിക്കുന്നത്, അത് 5 മിനിറ്റ് കഴിയുമ്പം എവിടെ ആയിരിക്കും വരുന്നത്? കണ്ടോ, 2-ലായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, ഈ ഭാഗം ഒരു സെക്ടർ അല്ലേ ഫോം ചെയ്തിരിക്കുന്നത് ഈ സർക്കിളിന്റെ. അതിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചാലല്ലേ ഏരിയ സ്വെപ്റ്റ് ബൈ ദ മിനിറ്റ് ഹാൻഡ് ഇൻ 5 മിനിറ്റ്. കണ്ടോ, 5 മിനിറ്റ് ആകുമ്പോൾ ആ വലിയ സൂചി 1-ൽ നിന്ന് വലിയ സൂചി ആയത് കണ്ടോ, ഇത് ഇച്ചിരി വലിയ സൂചിയാ. ഈ ഒരു വലിയ സൂചി എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകും? ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് അതെന്താണ്? അതൊരു ഏരിയ ഉണ്ടാക്കും. കണ്ടോ, അപ്പൊ ഇതൊരു സെക്ടർ പോലെയല്ലേ ഇപ്പൊ ഇരിക്കുന്നത്? ഇതൊരു സെക്ടർ പോലെ ആയിരിക്കുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വരുന്നെങ്കിൽ എപ്പോഴും ആലോചിച്ചോണം, രണ്ട് അടുത്തടുത്ത നമ്പറുകൾ തമ്മിൽ വരുന്ന ആംഗിൾ എപ്പോഴും 30 ഡിഗ്രി ആയിരിക്കും. ഇതും തമ്മിൽ 30, ഇതും തമ്മിൽ 30, ഇതും തമ്മിൽ 30, ഇതും തമ്മിൽ 30. കണ്ടോ, എല്ലാ അടുത്തടുത്തിരിക്കുന്ന രണ്ട് നമ്പറുകളുടെ ഇടയിൽ മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്യുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഒരു രണ്ട് നമ്പറുകളുടെ ഇടയിൽ മൂവ് ചെയ്യുന്നത്. കണ്ടോ, വേണം റഫ് ആയിട്ട് അവിടെ വരച്ചിട്ടേക്കണം. ഇത് 30. കണ്ടോ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് 5 മിനിറ്റിന്റെ ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ 15 മിനിറ്റ് മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്യുവാണെങ്കിൽ എത്ര ഏരിയ സ്വെപ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കും. അപ്പൊ 15 മിനിറ്റ് ആകുമ്പോൾ 3 നമ്പർ മാറും. അപ്പം സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി ആവും. മനസ്സിലായി? ഇവിടെ 5 മിനിറ്റിന്റെ കാര്യം ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നീല പാർട്ടിന്റെ മാത്രം ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഏരിയ ഓഫ് സെക്ടർ ഫോംഡ് ഈസിക്കൽ എത്രയാ? തീറ്റ ബൈ 360 ഇൻറ്റു എന്താ? പൈ ആർ സ്ക്വയർ അല്ലേ. അപ്പൊ തീറ്റ ഇവിടെ എത്ര? 30 ഡിഗ്രി. അത് പഠിച്ചോണം. അതായത് 5 മിനിറ്റിന്റെ സൂചി ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിലോട്ട് ആകുമ്പോൾ 30 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്നത്. അപ്പൊ 30 ബൈ 360 ഇൻറ്റു 22/7 ഇൻറ്റു അടുത്ത റേഡിയസ് തന്നിട്ടുണ്ടോ? 14 സെന്റിമീറ്റർ. ഓക്കെ, 14 ഇൻറ്റു 14. ഇതൊക്കെ ഓർത്തോണം. 14 സ്ക്വയർ ആണ്, അതിനെയാണ് 14 ഇൻറ്റു 14 എഴുതുന്നത്. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുന്നു. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ ഇത് 1/12 വരുന്നു. അപ്പം 1/12 ഇൻറ്റു 22/7 ഇൻറ്റു 14 ഇൻറ്റു 14. വീണ്ടും ഇതിനെ രണ്ടിനെയും കട്ട് ചെയ്താൽ ഇത് 2 ആവും. ഇനി ഇതിനെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 6 ആവും. വീണ്ടും ഇതിനെയും കട്ട് ചെയ്താൽ ഇത് 11/3 ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 11 ഇൻറ്റു 14 ഡിവൈഡ് ബൈ 3 ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 11 ഇൻറ്റു 14, 11 ഇൻറ്റു 10 എന്ന് പറയുമ്പോഴത്തേക്കും 140, 154 ഡിവൈഡ് ബൈ 3 ആയിരിക്കും അതിന്റെ അത്രയും സെന്റിമീറ്റർ സ്ക്വയർ. നിങ്ങൾക്ക് ഡെസിമലിലേക്ക് വേണം മാറ്റി എഴുതാൻ കേട്ടോ, ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. എനിക്ക് നിങ്ങളുടെ പുറകെ കിടക്കുന്ന ആൻസറിൽ ഇങ്ങനെ ആയിരിക്കും, നിങ്ങളുടെ ടെക്സ്റ്റിന്റെ പുറകെ കിടക്കുന്നത്. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക, മസ്റ്റായിട്ടും ചോദിക്കുക.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A chord of a circle of radius 10 centimeter subtend a right angle at the center. Find the area of the corresponding find the area of corresponding ഒന്ന് മൈനർ സെഗ്മെന്റ് ശ്രദ്ധിച്ചോണം, മൈനർ സെഗ്മെന്റ്. രണ്ടാമത്തേത് മേജർ സെഗ്മെന്റും സെക്ടറും ഒക്കെയാണ്, എപ്പോഴും ആലോചിച്ചോണം. ഡയറക്റ്റ് ആയിട്ട് ഈ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇല്ല. സെക്ടറിന്റെ ഏരിയ, മൈനറും മേജറും സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ ഡയറക്റ്റ് ആയിട്ടുള്ളൂ. അതിൽ നിന്ന് ആ ട്രയാങ്കിൾ ഏരിയ മൈനസ് ചെയ്യുകയും ആഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. തൊട്ട് മുമ്പേ അത് പറഞ്ഞു തന്നാണ് വ്യക്തമായിട്ട്. അതുപോലെ ചെയ്യേണ്ട ഒരു ആൻസർ ആണ് ഇത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പടം റഫായിട്ട് വരയ്ക്കുകയാണ്. റഫായിട്ട് വരയ്ക്കുന്ന സമയത്ത് ഇത് ഒരു എന്താണ്, ഇതൊരു സർക്കിൾ ആണ്. ഈ സർക്കിളിനെ ഞാൻ ഒരു സെഗ്മെന്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കോഡ് വെച്ചിട്ട് രണ്ട് സെഗ്മെന്റ് ആക്കി. അതായത് ഇതിപ്പം മേജർ സെഗ്മെന്റും ഇത് ഇപ്പോൾ മൈനർ സെഗ്മെന്റും. ഓക്കെ, ഇനി ഇവിടെ ഒരു സെക്ടറും ഉണ്ട് അല്ലെ. ആ കോഡിന്റെ ആ ഭാഗത്ത് വെച്ചിട്ട് ഒരു സെക്ടർ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. വേണ്ട, ഇവിടെ ഇതാണ് അതിന്റെ സെന്റർ, അപ്പം ഇവിടെ ഒന്ന് വേണ്ട ഇങ്ങോട്ടേക്ക് കണ്ടോ, ഇങ്ങോട്ടേക്ക് ഒരു ഉണ്ട്. ഇതിപ്പം ഇത് മൊത്തം നോക്കുവാണെങ്കിൽ വേണ്ട ഇതും നോക്കിയോ, ഇവിടെയും കണ്ടോ, ഇതിപ്പോ ഒരു എന്താണ്, ഇതിപ്പോ ഒരു സെക്ടർ ആയി അല്ലെ. പക്ഷെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ മേജർ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. മേജർ സെക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പൊ വരച്ചിരിക്കുന്നതിനകത്ത് ഈ റെഡ് പാർട്ടാണ് മേജർ സെക്ടർ. പിന്നെ കണ്ടുപിടിക്കുന്നത് മൈനർ സെഗ്മെന്റിന്റെ. മൈനർ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഏതാണെന്നറിയോ ഇതിനകത്ത്, മൈനർ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ പച്ച പോർഷനാണ്. ഈ മൈനർ സെഗ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ഏതാണെന്നറിയോ, മൈനർ സെഗ്മെന്റ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി വേണ്ട ഈ ഏരിയ മൊത്തം കണ്ടുപിടിക്കണം. ഇതേതാ, ഇപ്പൊ ഈ നീല ഏരിയ എന്ന് പറയുമ്പോൾ മൊത്തം ഒരു മൈനർ സെക്ടർ ആണ്. ഈ മൈനർ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ആ ഏരിയയിൽ നിന്നും ഈ ട്രയാങ്കിളിന്റെ ഏരിയ അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ പോരെ. അപ്പൊ നമുക്ക് എന്താണ് മൈനർ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടത്തില്ലേ. ആദ്യം അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ട്രിഗ്നോമെട്രി ഉപയോഗിക്കേണ്ടി വരും. സാധാരണ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. പക്ഷെ ഇവിടെ ഹാഫും ഇല്ല, ബേസും ഇല്ല, ഹൈറ്റും ഇല്ല. പകരം ഈ സൈഡ് മാത്രം തന്നിട്ടുണ്ട്. ഇതും 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, ഇതും 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണെന്നറിയോ, നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇത് 10 ഇത് 10 ആണെങ്കിൽ ഈ പച്ച ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഐസോസിലസ് ആയിരിക്കും. നമുക്ക് പേര് കൊടുക്കാം OAB അല്ലേ. അപ്പൊ നമുക്കറിയാം ട്രയാങ്കിൾ OAB എന്ന് പറയുമ്പോൾ ഈ ഐസോസിലസ് ആണ്. അങ്ങനെ ഒരു ട്രയാങ്കിൾ ഐസോസിലസ് ആണെങ്കിൽ എപ്പോഴും ആലോചിച്ചോണം, അതിന്റെ ഈക്വൽ സൈഡിനെ ജോയിൻ ചെയ്യുന്ന ആംഗിളിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിങ്ങൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ആ ആംഗിളിനെയും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡിനെയും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്യുന്ന ഈ ആംഗിൾ 90 ഡിഗ്രിയും ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ രണ്ട് ഈക്വൽ സൈഡിന്റെ ജോയിൻ ചെയ്യുന്ന ആംഗിളിന്റെ അവിടെ നിന്ന് ഒരു ലൈൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചാൽ ആ ആംഗിളിന് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ടാവും. ആ ഓപ്പോസിറ്റ് ആയിട്ട് വരച്ച ലൈൻ ജോയിൻ ചെയ്താൽ അത് ആ ലൈനും രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. ആ ചെന്ന് വീഴുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ എഴുതാം, ആസ് OAB ഈസ് ഐസോസിലസ്. നമുക്ക് ഇങ്ങനെ എഴുതാം, OA ഈസ് ഈക്വൽ ടു OB ആണ്. അതേപോലെ ഇത് നമുക്ക് വേണം P എന്ന് കൊടുക്കാം. OP പെർപെൻഡിക്കുലർ ടു AB ആണ്. അതേപോലെ തന്നെ AP ഈസ് ഈക്വൽ ടു PB എന്ന് എഴുതാം. അതേപോലെ തന്നെ ആംഗിൾ AOP എന്ന് പറയുന്നതും ആംഗിൾ BOP എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ അതങ്ങനെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ആയത് കേട്ടോ. ഓക്കെ, അപ്പം ഇതും ഈ സെൻട്രൽ ആംഗിൾ മൊത്തം എത്ര തന്നിട്ടുള്ളത്, ഈ സെൻട്രൽ ആംഗിൾ മൊത്തം എത്ര, 60 എന്ന് മറ്റുമല്ല തന്നിട്ടുള്ളത്. A chord of circle of radius subtended right angle at the center. ഓക്കെ, അപ്പൊ 90 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ, അതായത് ഇത് 90, ഇത് മൊത്തം 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി ഇത് 45 ആയിരിക്കും, ഇത് 45 ആയിരിക്കും. ഞാൻ അതൊന്നുകൂടെ ഒന്ന് ചെറുതാക്കി വരയ്ക്കാമേ.
എല്ലാവരും ശ്രദ്ധിച്ചോണം അത്. ഇത് 90 ഡിഗ്രി ആണെന്നാ പറഞ്ഞത് അല്ലെ? ഇത് 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 45ഉം ഇത് 45 ആയിരിക്കും. ശരിയല്ലേ? ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് അല്ലേ? ഓക്കെ. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? ഇത് 40. ഒരു സെക്കൻഡ്, ഈ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ നിങ്ങളുടെ റൈറ്റ് ആംഗിൾ തന്നെ അല്ലെ? ഈ ക്വസ്റ്റ്യൻ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെ അല്ലേ? റൈറ്റ് ആംഗിൾ തന്നെ അല്ലേ വന്നിരിക്കുന്നത്? 60 ഡിഗ്രി എന്ന് വല്ലതാണോ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളെ? കുഞ്ഞുങ്ങളെ ഹലോ, ഡീൻ ഇവിടെ ഉണ്ടോ? ഡീൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണോ വന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ? റൈറ്റ് ആംഗിൾ തന്നെ. ഓക്കെ, ശരി. അപ്പം നോക്കിക്കോളൂ. അപ്പൊ ഇത് 45 ആണെങ്കിൽ ഇത് 90 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് അത് 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് ഇൻ ട്രയാങ്കിൾ OAP എടുക്കുകയാണ്. OAP നമുക്കറിയാം അവിടുത്തെ ആംഗിൾ എന്താണ്? AOP എന്ന് പറയുന്നത് 45 എന്ന് കിട്ടി. അതേപോലെ ആംഗിൾ OAP എന്ന് പറയുന്നത് നമുക്ക് 45 കിട്ടി. ഓട്ടോമാറ്റിക്കലി എന്താണ്? OPA എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട, നിങ്ങൾക്ക് അതിന്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇതെല്ലാം എഴുതി തരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ ട്രയാങ്കിളിനകത്ത് എനിക്ക് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചാലേ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ വരയ്ക്കുന്ന കറുത്ത ലൈന്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടേനിയസ് സൈഡും കൂടെ കണക്ട് ചെയ്യുന്ന sin 45 എടുക്കാൻ പോവാണ്. sin 45 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ OP ആണ്. OP ഡിവൈഡഡ് ബൈ AO എന്ന് വരുന്നു. OP എന്ന് പറയുമ്പോൾ നമുക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കേണ്ടതാണ്. ഡിവൈഡ് ബൈ AO എന്ന് പറയുമ്പോൾ 10 ആണ്. sin 45 എന്ന് പറയുമ്പോൾ എത്രയാ? sin 45 എന്ന് പറയുമ്പോഴത്തേക്കും sin 45 എന്ന് പറയുമ്പോൾ എത്ര? 1/√2 അല്ലേ? 1/√2 അല്ലേ sin 45 എന്ന് പറയുന്നത്? ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ എത്രയാ? 10 എന്ന് എഴുതാം. ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 10 ഡിവൈഡ് ബൈ √2 ഈസ് ഈക്വൽ ടു എന്താ? ഓപ്പോസിറ്റ്. അതായത് ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ നമുക്ക് എന്ത് കിട്ടി? ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ OAB ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 10/√2. ഓക്കെ ആണല്ലോ. ഇനി അതിന്റെ ബേസ് കൂടെ കണ്ടുപിടിക്കണ്ടേ? ഇതെന്റെ ഈ ബേസ് കൂടെ കണ്ടുപിടിക്കണം. ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. കുഞ്ഞുങ്ങളെ ഒരു സെക്കൻഡ്, നമുക്ക് ഇത് 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഒരു സെക്കൻഡ് ഏവലുണ്ടോ? ഏവലെ നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ തന്നെ 30 ഡിഗ്രി വെച്ചിട്ടാണോ ചെയ്തത് എന്നുള്ളതൊന്ന് നോക്കി. ഒരു കോസിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നല്ലോ ഓഫ്ലൈനില്. ഏവലുണ്ടോ? ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആണോ അതോ 30 ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ ആണോ ചെയ്തത് നോക്കി. ഒരു കോസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നോ? എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ നമ്മൾ സെൻട്രൽ ആംഗിൾ 60 ഇട്ടാണോ ചെയ്തതെന്നൊരു ഡൗട്ട്. അത് വേറെ ക്വസ്റ്റ്യൻ, അത് 7th ആയിരുന്നു. ഓ, ഓക്കെ. കുഞ്ഞുങ്ങളെ, അപ്പൊ ഇപ്പൊ ഇത്ര എഴുതിയത് ഒന്ന് കട്ട് ചെയ്യാമോ? നമുക്ക് അതിലും കുറച്ചുകൂടി എളുപ്പ വഴിയുണ്ട്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം, നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. സോറി കേട്ടോ, ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള വഴി ചെയ്യാം, നോക്കിക്കോളൂ. ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള വഴി ചെയ്യാം, നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ സെഗ്മെന്റ്, ഇതാണ് നമ്മുടെ എന്താണ് മേജർ സെഗ്മെന്റ്, മൈനർ സെഗ്മെന്റ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. എനിക്ക് ഈ മൈനർ സെഗ്മെന്റിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി അവര് ഒരു എന്താണ് ക്വാഡ്രന്റ് ഫോം ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്വാഡ്രന്റ് ഫോം ചെയ്യുമ്പോൾ നോക്കിയേ, സെൻട്രൽ ആംഗിൾ എത്ര? ക്വാഡ്രന്റ് ഫോം ചെയ്യുമ്പോൾ സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി വരുന്ന ട്രയാംഗിളിന്റെ എന്താണ് ബേസ് എന്ന് പറയുന്നത് ഇതുമായിരിക്കും, ഹൈറ്റ് എന്ന് പറഞ്ഞത് ഇതുമായിരിക്കും കേട്ടോ. അത് എപ്പോഴും ഓർത്തോണം. 90 ഡിഗ്രി വരുമ്പം ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? മറ്റ് ട്രയാംഗിൾ ഏത് വന്നാലും നമ്മൾ
ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യണം then ഇങ്ങനെ കണ്ടുപിടിക്കണം. പക്ഷെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരുവാണെങ്കിൽ അതിന്റെ ബേസ് ഇതേണ്ട ഇതായിട്ട് എടുക്കാം, ഹൈറ്റ് ഇതേണ്ട ഇതായിട്ട് എടുക്കാമേ. പക്ഷെ ഞാൻ അതാ 30 ഡിഗ്രിയുടെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്, കുഴപ്പമില്ല വിട്ടേക്ക്. അപ്പം 90 ഡിഗ്രി വരുവാണെന്ന് നോക്കി, ഇതും ഈ റേഡിയസിനെ അതിന്റെ ബേസ് ആയിട്ട് എടുക്കാം, ഈ റേഡിയസിനെ അതിന്റെ ഹൈറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് കൺസെപ്റ്റ് എല്ലാം അത് തന്നെ. എന്തുവാ, ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാംഗിൾ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ പച്ച പോർഷന്റെ അതായത് മൈനർ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇത് എഴുതാൻ പോകുന്നത് ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, ഏരിയ ഓഫ് മൈനർ സെക്ടർ മൈനസ് എന്താണ് ഏരിയ ഓഫ് ട്രയാംഗിൾ, പേര് കൊടുക്കാം ഒ എ ബി എന്ന് കൊടുക്കാം, ട്രയാംഗിൾ എ ഒ ബി. അതായത് ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് മൈനർ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാംഗിളിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇവിടെ ഏരിയ ഓഫ് മൈനർ സെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, തീറ്റ ബൈ 360 ഇൻറ്റു എന്താ പൈ ആർ സ്ക്വയർ, മൈനസ് ഏരിയ ഓഫ് എന്താ ട്രയാംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നമുക്കറിയാം സെൻട്രൽ ആംഗിൾ 90 ആയതുകൊണ്ട് തന്നെ തീറ്റ ബൈ 360 ഇൻറ്റു 22/7 ഇൻറ്റു അതിന്റെ റേഡിയസ് 10 ആണ്, 10 ഇൻറ്റു 10 എന്ന് എടുത്തു. ഓക്കെ, ഇത് 90 എന്ന് എടുക്കുവാണ്, സെൻട്രൽ ആംഗിൾ 90 ആണ്, 90 എന്ന് എടുക്കുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ ഇത് 1/4 വരുന്നു. അങ്ങനെ ഇവിടെ മൈനസ് ഹാഫ് ഇൻറ്റു ബേസ് നോക്കി, ഞാൻ പറഞ്ഞു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ എപ്പോഴും ആലോചിച്ചോണം ഈ ഒരെണ്ണത്തിനെ ബേസ് ആയിട്ടും ഒരെണ്ണത്തിനെ ഹൈറ്റ് ആയിട്ടും എടുക്കുക. ഓക്കെ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, അതുകൊണ്ട് ഈ ഭാഗത്തെ ബേസ് ആയിട്ടും ഈ ഭാഗത്തെ ഹൈറ്റ് ആയിട്ടും എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ബേസിൻ 10 ഹൈറ്റിൻ 10. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഈസിക്വൽ ടു ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം, 1/4 ഇൻറ്റു 22/7 ഇൻറ്റു 10 ഇൻറ്റു 10 എന്ന് വരും. മൈനസ് ഇവിടെ എത്രയാ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 ഇൻറ്റു 10 50 എന്ന് എഴുതാം. ഓക്കെ, ഇത് വീണ്ടും കട്ട് ചെയ്യാം, ഇത് 11 ആക്കാം, ഇത് 2 ആക്കാം, ഇത് വീണ്ടും കട്ട് ചെയ്യാം, ഇത് 5 ആക്കാം. അപ്പൊ നമുക്ക് 11 ഇൻറ്റു 5 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 7 എന്ന് വരുന്നു. അപ്പൊ നമുക്ക് മൈനസ് 50. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് 11 ഇൻറ്റു 55 550 ഇൻറ്റു 55 ഇൻറ്റു 10 550 ഡിവൈഡഡ് ബൈ 7 എന്ന് എഴുതാം, മൈനസ് എത്രയാ 50. അങ്ങനെയാണെങ്കിൽ നമുക്ക് 550 ഡിവൈഡ് ബൈ 7 എന്ന് പറയുമ്പോഴത്തേക്കും 7 5 35 7 56 7 7 49 1 0 7 ഓക്കെ, ഇത് 78.5 എന്ന് കിട്ടും, മൈനസ് 50 എന്ന് വരും. അപ്പൊ നമ്മുടെ മൈനർ സെഗ്മെന്റ് ഏരിയ കിട്ടും, എത്ര കിട്ടും, 28.5 സെന്റിമീറ്റർ സ്ക്വയർ. കഴിഞ്ഞിട്ടില്ല, നമുക്ക് എന്താ മേജർ സെക്ടറിന്റെ ഏരിയയും കൂടെ വേണം, ശരിയല്ലേ? ഇനിയും ഏരിയ ഓഫ് മേജർ സെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഏരിയ ഓഫ് മേജർ സെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, തീറ്റ ബൈ 360 ഇൻറ്റു എന്താണ് അതിന്റെ സെൻട്രൽ ആംഗിൾ. നോക്കിയോ, സെൻട്രൽ ആംഗിൾ നോക്കിയേ, മേജർ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും ഇവിടെ, ഇതേണ്ട ഈ പോർഷൻ അല്ലേ നമ്മുടെ മേജർ സെക്ടർ എടുക്കുന്നത്, ഈ പോർഷൻ അല്ലേ മേജർ സെക്ടർ. ആ പോർഷൻ മേജർ സെക്ടർ എടുക്കുവാണെങ്കിൽ ഇതേണ്ട ഇതായിരിക്കുമല്ലോ അതിന്റെ സെൻട്രൽ ആംഗിൾ. ഇത് 90 പോയിട്ട് ബാക്കി ഇത് എത്ര വരും, 360 മൈനസ് 90 എന്ന് പറയുമ്പോൾ എത്ര വരും, 360 ഇന്ന് 90 പോയാൽ ബാക്കി എത്ര, 270. അപ്പൊ ഇതിന്റെ സെൻട്രൽ ആംഗിൾ 270 എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പം ഏരിയ ഓഫ് മേജർ സെക്ടർ എന്ന് പറയുമ്പം 270 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്, പൈ ഇൻറ്റു എന്താണ് ആർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 27 ഡിവൈഡ് ബൈ 36 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് 10 ഇൻറ്റു 10. വീണ്ടും 3 വെച്ചിട്ട് 9 2 3 27 12 3 36, വീണ്ടും 3 വെച്ച് 3 9 4 3 12. അപ്പം 3/4 ഇൻറ്റു 22/7 ഇൻറ്റു 10 ഇൻറ്റു 10. ഇത് രണ്ടും കട്ട് ചെയ്യാം, 11 ഇത് 2, ഇത് രണ്ടും കട്ട് ചെയ്യാം, നമുക്ക് 5 എന്ന് വരും. കണ്ടോ, അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതിന്റെ കംപ്ലീറ്റ് ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കിക്കോളൂ, താഴെ ഇനിയും മുകളിൽ 3 ഇൻറ്റു 11 ഇൻറ്റു 5 ഇൻറ്റു 10 ഉണ്ട്, താഴെ ഒരു 7 ഉണ്ട്. അപ്പൊ 33 55 55 550 550 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 1650 1650 ഡിവൈഡ് ബൈ 7 1650 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഫൈനൽ ആൻസർ 235.5 എന്നാണ്.
ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ, ഡൗട്ട് ഉള്ളവർ മിണ്ടാതിരിക്കല്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചായിരുന്നു ആദ്യം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആ രീതിയിലും ചെയ്യാം, പക്ഷെ അത് 90 ഡിഗ്രി തരുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഡൗട്ട് ഉള്ളവർക്ക് ആർക്ക് വേണേൽ ചോദിക്കാം. ഡൗട്ട് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. In a circle of radius, in a circle of radius 21 centimeter, an arc subtend an angle subtend an angle of 60 degree at the center. Find on the length of the arc, and area of the sector formed by the arc. അതേപോലെ മൂന്നാമത്തേത് area of the segment formed by the corresponding chord. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു സർക്കിളിന്റെ റേഡിയസ് 21 സെന്റിമീറ്റർ ആണ്. an arc subtend an angle 60 degree at the center. അപ്പം ഒരു 60 ഡിഗ്രി എന്താണ് സബ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ആർക്ക് ആ സർക്കിളിൽ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന്റെ റേഡിയസ് 21 സെന്റിമീറ്റർ ആണ്. നമുക്ക് ആ സർക്കിളിനെ തന്നെ ഇങ്ങനെ വരയ്ക്കാം. സർക്കിളിനെ ഇങ്ങനെ വരയ്ക്കാം. ആ സർക്കിളിന് ഒരു ആർക്ക് ഉണ്ട്. ആ ആർക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ മൈനർ ആർക്കായിരിക്കും, ചെറിയ ആർക്കായിരിക്കും. അതിന്റെ സെന്റർ ഇത്. അപ്പം ഇത് നമ്മുടെ സെന്ററുമായിട്ട് സബ്റ്റെൻഡ് ചെയ്യുന്ന ഇത് ഈ ആംഗിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതാണ്. അപ്പൊ ഇവിടെ ഇത് 60 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ആർക്ക്, അതായത് ഈ ആർക്കിന്റെ ലെങ്ത് കണ്ടോ, ഈ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഇവിടം തൊട്ട് ഇവിടം വരെ കണ്ടോ, ആ ആംഗിളിന്റെ ആ ആർക്ക് സബ്റ്റെൻഡ് ചെയ്ത ആംഗിളിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ആക്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ലെങ്ത് ഓഫ് ആർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? തീറ്റ ബൈ 360 ഇൻറ്റു എത്രയാ? 2πr ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ തീറ്റ ഇവിടെ 60 ആണ്. 360 ഇൻറ്റു 2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് എത്ര ആണെന്നുള്ളത് 21 ആണ്. 21. ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് 6 വന്നു. അപ്പോൾ 1/6 ഇൻറ്റു 2 ഇൻറ്റു 22/7 ഇൻറ്റു 21 എന്ന് വരുന്നു. ഇത് രണ്ടും വീണ്ടും കട്ട് ചെയ്യുന്നു, ഇത് 3 വരുന്നു. ഇത് രണ്ടും വീണ്ടും കട്ട് ചെയ്യുന്നു, 7 വരുന്നു. ഇത് രണ്ടും കട്ട് ചെയ്യുന്നു, കണ്ടോ. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് ആർക്ക് 22 സെന്റിമീറ്റർ. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഇപ്പൊ 22 സെന്റിമീറ്ററേ ഉള്ളൂ. ഇവിടം തൊട്ട് ഇവിടം വരെ ഈ നീല ഭാഗത്ത് 22 സെന്റിമീറ്റർ ആണ്. രണ്ടാമത് അവർ ചോദിച്ചിരിക്കുന്നത് നോക്കി. രണ്ടാമത് അവരെന്താ ചോദിച്ചിരിക്കുന്നത്? ഏരിയ ഓഫ് സെക്ടർ ഫോംഡ് ബൈ ദ ആർക്ക്. ആ സെക്ടർ ഫോം ചെയ്തിരിക്കുന്ന ആ ആർക്ക് ഫോം ചെയ്തിരിക്കുന്ന ഏരിയ, സെക്ടറിന്റെ ഏരിയ കണ്ടോ, ഇത്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ എന്താ? ഏരിയ ആ സെക്ടർ മൈനർ സെക്ടറിന്റെ ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു എന്താ? തീറ്റ ബൈ 360 ഇൻറ്റു എന്താണ്?
പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ തീറ്റ 60 അല്ലേ, 60 ഡിവൈഡ് ബൈ 360 ഇൻറ്റു എത്രയാ 22/7 ഇൻറ്റു എത്ര, റേഡിയസിന്റെ സ്ക്വയർ 21 ഇൻറ്റു 21. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും എന്താണ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 1/6 വരും. അപ്പം 1/6 ഇൻറ്റു 22/7 ഇൻറ്റു 21 ഇൻറ്റു 21 എന്ന് വരുന്നു. ഈ 21നെയും ഈ 7നെയും 3 വെച്ച് കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് വരും, വീണ്ടും ഇത് ഈ 22നെയും ഇത് 11 വരും, ഇത് 3 വരും, അല്ല 2 വരും. വീണ്ടും ഈ 3യും ഈ 3യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും, 11 ഇൻറ്റു 21 വരും. അപ്പൊ 21 ഇൻറ്റു 10 210, 231 വരും. കണ്ടോ, ഇതായിരിക്കും 231 സെന്റിമീറ്റർ. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എന്താ, the area of segment formed by the corresponding code. അതായത് ഇവിടെ നിങ്ങളൊരു കോഡ് വരയ്ക്കുവാണെങ്കിൽ ആ സെക്ടറിനകത്ത് വരുന്ന ആ സെഗ്മെന്റിന്റെ ഈ സെക്ടറിനകത്ത് വരുന്ന സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പോലെ കണ്ടുപിടിച്ചാൽ പോരെ. അതായത് ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്താൽ മതി, ഈ ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടും. ശരിയല്ലേ? ഇവിടെയാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ കണക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അത് നമ്മൾ ഓക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് നോക്കിയോ, ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ നിങ്ങളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇത് 60 ആണെങ്കിൽ ഇത് 30 ആയിരിക്കും, ഇത് 30 ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. 9 3 12, 12ഉം ഇതപ്പോൾ എത്ര വരും, ഇത് 60 വരും. ശരിയല്ലേ? കാരണം ഒരു ട്രയാങ്കിളിനകത്തെ മൊത്തം ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരണം, മൊത്തം 180 വരണം. അപ്പൊ ഇത് 30യും ഇത് 90 ആണെങ്കിൽ ബാക്കി 60 വരും. ശരിയല്ലേ? അപ്പം അവിടെ ഞാൻ പേര് കൊടുക്കാം, ഇത് OAB എന്ന് എടുക്കുകയാണ്. അപ്പം OABP എന്ന് എടുക്കാം. അപ്പം ഇൻ ട്രയാങ്കിൾ OAP നമുക്ക് ഇങ്ങനെ എടുക്കാം, cos 60 എടുക്കണം, വേണ്ട sin 60 എടുക്കാം. sin 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ എന്താണ് ഹൈപ്പോട്ടന്യൂസ് ആണ്, AO ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ കണ്ടുപിടിക്കണം, OP. ഹൈപ്പോട്ടന്യൂസ് സൈഡ് 21 ആണ്. sin 60 എന്ന് പറയുമ്പോഴത്തേക്കും √3/2 ആണ്. √3/2 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ 21. ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 21√3/2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഹൈറ്റ്. ഇനി ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും അവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ, ഒരു സെക്കൻഡ്, 21√3/2 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 481 ഇതിന് ഒരു ട്രിക്ക് പറഞ്ഞു തരാം. നേരത്തെ പോലെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പോലെ ഇതിന് ഒരു ട്രിക്ക് പറഞ്ഞു തരാം. നോക്കിയോ, ഈ ട്രയാംഗിൾ ഒരു ആംഗിൾ 60 അല്ലേ, ഈ ട്രയാംഗിളിന്റെ ഒരു ആംഗിൾ 60 അല്ലേ, അപ്പൊ ബാക്കി എന്ത് തന്നെ, ഇത് മൂന്നും 60 ആണെങ്കിൽ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ അല്ലേ. അപ്പൊ നോക്കിയോ, ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഏരിയ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ എന്താണെന്നറിയോ, നോക്കിക്കോളൂ. ഏരിയ, അതായത് ഇങ്ങനെ എഴുതുക, OAB is an equilateral triangle. Equilateral triangle. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ AOB എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും അറിയോ, √3/4 ഇൻറ്റു അതിന്റെ സൈഡ് സ്ക്വയർ ആയിരിക്കും. നമുക്കറിയാം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ 3 ആംഗിളും 3 സൈഡും ഈക്വൽ ആയിരിക്കും. ഇത് 21, ഇത് 21, ഇതും എന്ത് തന്നെയായിരിക്കും, 21 തന്നെയായിരിക്കും. അപ്പം √3/4 ഇൻറ്റു 21 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. ശരിയല്ലേ? അപ്പം നോക്കിയോ, √3/4 ഇൻറ്റു 21ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 21 ഇൻറ്റു 21 എന്ന് എഴുതാം, 21 ഇൻറ്റു 21 എന്ന് എഴുതാം. അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വേണ്ട ഈ പോർഷന്റെ ഈ സെഗ്മെന്റിന്റെ ഏരിയ ആണ്. അത് കണ്ടുപിടിക്കാൻ ആ സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ഇതൊന്ന് മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ തന്നെ ഇങ്ങനെ എഴുതുക, ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് മൈനർ സെക്ടർ മൈനസ് എന്താണ്, ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ AOB.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഏരിയ ഓഫ് മൈനർ സെക്ടർ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. 231 മൈനസ് ഇതിന്റെ ട്രയാങ്കിൾ ഇതിന്റെ എന്ന് പറയുമ്പോൾ √3 ഇൻറ്റു 21 ഇൻറ്റു 21 ഡിവൈഡ് ബൈ എന്താ 4 എന്ന് വരും. LCM വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്നെങ്കിൽ ഇത് സോൾവ് ചെയ്തിട്ട് ഇവിടെ വെച്ച് അങ്ങ് തീർക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക LCM എടുക്കുക. ഇങ്ങോട്ടേക്ക് LCM എടുക്കുമ്പോൾ നമുക്ക് 4 12 8 9 924 മൈനസ് നമുക്ക് ഇവിടെ എന്താന്ന് എഴുതാം 21 അല്ലേ 441 ഇൻറ്റു √3 എന്ന് എഴുതാം. √3യുടെ വാല്യൂ കൊടുക്കണം 1.732 ആണ്. അപ്പം 924 മൈനസ് 441 ഇൻറ്റു 1.732 അത് തമ്മിൽ മൾട്ടിപ്ലൈ ഇത് തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക, ഇങ്ങനെ എഴുതിയാൽ മതി. നിങ്ങളുടെ എനിക്കൊന്ന് ടെക്സ്റ്റ് ബുക്കിന്റെ പുറകെ കിടക്കുന്ന ആൻസർ എനിക്കൊന്ന് ഇങ്ങനെയാണോ ഒന്ന് കിടക്കുന്നത് 231 മൈനസ് 441 √3 ഡിവൈഡ് ബൈ 4 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് തോന്നുന്നു നിങ്ങളുടെ പുറകെ കിടക്കുന്നത് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്തിട്ട് 1 പോയിന്റ് ഇങ്ങനെ എഴുതിയാലും മതി. വേണമെങ്കിൽ ഇവിടെ കൊണ്ട് ഇങ്ങനെ അങ്ങ് നിർത്താം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇത് LCM എടുത്തിട്ട് ഇതിന്റെ LCM കണ്ടുപിടിച്ചു മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കിട്ടുമ്പോൾ നമുക്ക് ഡെസിമലിൽ ഒരു വാല്യൂ കിട്ടും. ഈ രണ്ട് സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ പുറകിൽ എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു. നിങ്ങൾ അത് ചെക്ക് ചെയ്തിട്ട് അതുപോലെ അല്ലെങ്കിൽ സോൾവ് ചെയ്ത് ചെയ്യാം. ഈ രണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ശ്രേയ ഒന്ന് പറഞ്ഞേ. ശ്രേയ ഇത് മനസ്സിലായോ? ശ്രേയ, രണ്ട് ശ്രേയമാരും പറഞ്ഞു. മനസ്സിലായി. ഓക്കെ ഓക്കെ. സിദ്ധാർത്ഥ, റിജോ, റിച്ചി, പ്രസീദ് മനസ്സിലായി സർ. ഐറിന, ഹർഷിത, ഇനോക്ക്, ഡീന, അർച്ചിത, അൽവിന, എബൽ മനസ്സിലായി സർ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ, അതായത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണോ, ആറാമത്തെ ക്വസ്റ്റ്യനും ഏഴാമത്തെ ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് ഹോംവർക്ക് ചെയ്യാം കേട്ടോ. ബാക്കി നാളെയും മാത്സ് എടുത്തിട്ട് നാളെ നമുക്ക് തീർക്കാം. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ.